നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിവിധ വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് നിലവിലുള്ള ഗുണഭോക്തൃ പട്ടിക പുനഃപരിശോധിക്കുകയും പുതിയ അർഹരെ കണ്ടെത്തുകയും ചെയ്യുന്നു. താൽപര്യമുള്ളവർ വാർഡ് മെമ്പർമാർ വഴിയോ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന അപേക്ഷാ ഫോമുകൾ കൃത്യമായി ഫിൽ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടച്ച രസീതിന്റെയോ കാർഡിന്റെയോ പകർപ്പ് നിർബന്ധമായും ഉള്ളടക്കം ചെയ്തിരിക്കണം. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വീട്ടമ്മമാർ, ജൈവ കർഷകർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന നിരവധി പദ്ധതികളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള വീട് പുനരുദ്ധാരണ സഹായം, ഭിന്നശേഷിക്കാർക്ക് 3 ചക്ര സ്കൂട്ടറുകളും സഹായ ഉപകരണങ്ങളും, വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭകളിൽ കൃത്യമായി പങ്കെടുത്ത് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ഉറപ്പുവരുത്തുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസും അഡ്വാൻസും ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. ഇത് പ്രകാരം അർഹരായ ജീവനക്കാർക്ക് 4500 രൂപ ബോണസായി ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപയും സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും പ്രത്യേക ഉത്സവ ഭത്തയായി നൽകും. കൂടാതെ 6 മാസം സേവനം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാർക്കും ഉത്സവ ഭത്തയ്ക്ക് അർഹതയുണ്ടായിരിക്കും. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്കും ആയമാർക്കും 1550 രൂപയും ആശാ വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ എന്നിവർക്ക് 1450 രൂപയുമാണ് ഉത്സവ ഭത്തയായി നിശ്ചയിച്ചിട്ടുള്ളത്. ബോണസ് വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനു പുറമെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ ഓണം അഡ്വാൻസായി ലഭിക്കും. ഈ തുക പിന്നീട് 5 തുല്യ പ്രതിമാസ ഗഡുക്കളായി തിരിച്ചടച്ചാൽ മതിയാകും. പാർട്ട് ടൈം ജീവനക്കാർ, സീസണൽ വർക്കർമാർ എന്നിവർക്ക് 6000 രൂപയാണ് അഡ്വാൻസായി അനുവദിച്ചിരിക്കുന്നത്. ഓണം അഡ്വാൻസ് വിതരണം ആഗസ്റ്റ് 20 മുതൽ ആരംഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയിലുണ്ടായ മാറ്റങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ലൈസൻസ് കാലാവധി നിശ്ചയിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ വന്നത്. ഈ ഭേദഗതിക്ക് മുൻപ് സാധാരണ വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി പരമാവധി 20 വർഷം അല്ലെങ്കിൽ വ്യക്തിക്ക് 50 വയസ്സ് തികയുന്നത് വരെയായിരുന്നു. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് പുതുക്കേണ്ടിയിരുന്നത്. എന്നാൽ 2019 ശേഷം എടുത്തതോ പുതുക്കിയതോ ആയ ലൈസൻസുകൾക്ക് പ്രായപരിധി അടിസ്ഥാനമാക്കിയാണ് പുതിയ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് 30 വയസ്സിൽ താഴെയുള്ളപ്പോൾ എടുക്കുന്ന ലൈസൻസുകൾക്ക് ആ വ്യക്തിക്ക് 40 വയസ്സ് തികയുന്നത് വരെ കാലാവധി ഉണ്ടാകും. ഉദാഹരണത്തിന് 18-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന ഒരാൾ അത് പിന്നീട് പുതുക്കേണ്ടത് 40-ാം വയസ്സിലാണ്. 30 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കാലാവധി 10 വർഷമായിരിക്കും. അതായത് 31-ാം വയസ്സിൽ ലൈസൻസ് നേടുന്നയാൾ 41-ാം വയസ്സിലാണ് അത് പുതുക്കേണ്ടത്. ഇനി 50 മുതൽ 55 വയസ്സ് വരെയുള്ള സമയത്താണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 60 വയസ്സാകുന്നത് വരെ മാത്രമായിരിക്കും കാലാവധി. ഉദാഹരണത്തിന് 54-ാം വയസ്സിൽ ലൈസൻസ് നേടുന്ന വ്യക്തിക്ക് 6 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുക. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കണം. ഇതോടൊപ്പം മീഡിയം, ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി 2019 മുൻപ് 3 വർഷമായിരുന്നത് ഭേദഗതിക്ക് ശേഷം 5 വർഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വൈദ്യുതി ബിൽ കുടിശ്ശിക തീർക്കാൻ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഇളവുകളുമായി KSEB. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഇനി വളരെ എളുപ്പത്തിൽ അടച്ചു തീർക്കാം. ഒക്ടോബർ 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. ഈ പദ്ധതി പ്രകാരം 10 വർഷത്തിലധികം പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ നിലവിലുള്ള 18% പലിശ 8% കുറയും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശികകൾക്ക് 7%, 2 മുതൽ 5 വർഷം വരെയുള്ളവർക്ക് 6% പലിശ നൽകിയാൽ മതിയാകും. കൂടാതെ ഈ പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. കുടിശ്ശികയായ അസൽ തുകയും കുറച്ച് പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടയ്ക്കുന്നവർക്ക് അസൽ തുകയിൽ 5% വരെ അധിക ഇളവും ലഭിക്കും. റവന്യൂ റിക്കവറി നേരിടുന്നതോ കോടതി കേസുകളിൽ ഉള്ളതോ ആയ കുടിശ്ശികകളും കേബിൾ TV ഉടമകളുടെ പോസ്റ്റ് വാടക കുടിശ്ശികയും നിബന്ധനകൾക്ക് വിധേയമായി ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാവുന്നതാണ്.
ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസുകളിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ കാര്യാലയത്തിലുമാണ് ഇതിനായി ബന്ധപ്പെടേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പദ്ധതികളായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവ. എന്നാൽ ഈ പദ്ധതികളിൽ ഒരെണ്ണം മാത്രമായിരിക്കും പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിക്കുകയും ഇതിനായുള്ള ധനസഹായ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻഗണനാ റേഷൻ കാർഡുകളുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയിലൂടെ ഓണക്കാലത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. കൂടാതെ മുൻപ് സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഈ ആനുകൂല്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണ്. ഇനി മറ്റ് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് താഴെ വിശദീകരിക്കുന്നത്. ഒന്നാമതായി, പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയ നിലവിൽ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങളിലും പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ വരുന്ന സെപ്റ്റംബർ 30-നകം ഗുണഭോക്താക്കൾ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കായി പ്രത്യേകം ഹോം മസ്റ്ററിംഗ് സൗകര്യം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം രോഗികളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ വാർഡ് മെമ്പറെയോ സമയബന്ധിതമായി അറിയിച്ചാൽ അവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനായുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. രണ്ടാമതായി, പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാക്കിക്കൊണ്ട് സർക്കാരിന്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും അത് ഉടൻ തന്നെ കർശനമായി നടപ്പിലാക്കില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകാനും ഇതിലേക്ക് മാറാനും ആവശ്യത്തിന് സമയവും ഇളവുകളും നൽകിയാൽ ശേഷമേ പുതിയ തീരുമാനം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരൂ. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഈ വരുന്ന ഓണക്കാലത്തും തുടർന്നുള്ള മാസങ്ങളിലും മുൻപത്തെ പോലെ തന്നെ നേരിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഒരുപോലെ ധനസഹായം ലഭ്യമാകുന്നതാണ്. മൂന്നാമതായി, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ മാസത്തെ അഡ്വാൻസ് തുക ഉൾപ്പെടെ 2 ഗഡുക്കൾ പെൻഷൻ ഒന്നിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആലോചനകൾ നടക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ 1 ഗഡു പെൻഷനായി 2000 രൂപ വീതം വിതരണം ചെയ്യാനുള്ള ഔദ്യോഗിക വിവരങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 ഗഡു നൽകുന്ന കാര്യത്തിൽ അന്തിമ അനുമതി ലഭിച്ച ശേഷമേ കൂടുതൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. എങ്കിലും വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയോടെ ഇതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന കുടിശ്ശികകൾ തീർപ്പാക്കാനുള്ള അനുകൂല നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ കുടിശ്ശിക തുകകൾ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഔദ്യോഗിക ഉത്തരവുകൾ വൈകുകയാണെങ്കിൽ പോലും കുറഞ്ഞത് 1 ഗഡു തുകയെങ്കിലും ഓഗസ്റ്റ് 25-ന് മുൻപായി ഉറപ്പായും എല്ലാവരിലേക്കും എത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഓണത്തിന് മുന്നോടിയായുള്ള ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കാനാണ് സാധ്യത കൂടുതൽ. ഓഗസ്റ്റ് 25-ന് മുൻപ് എല്ലാവർക്കും തന്നെ പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്തു തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒന്നിൽ കൂടുതൽ മാസത്തെ തുക ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തിങ്കളാഴ്ചയോടെ കൃത്യമായ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനമായി, സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലത്തെ അതേ നിരക്കിലാണ് ഇന്നും വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച. ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് 1,13,760 രൂപയും 1 ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വിപണി നിരക്ക്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.